നിന്നാമം വാഴ്ത്തി പാടിയിടുന്നു. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ ദൈവവും, നീ മാത്രമാണെൻ സംഗീതവും. നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു. നിന്നാമം വാഴ്ത്തി പാടിയിടുന്നു. തേനിലും മധുരമായി, തേനിലും മധുരമായി, യേശു ക്രിസ്തു മാധുര്യമായി. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമായി. തേനിലും മധുരമായി, തേനിലും മധുരമായി, യേശു ക്രിസ്തു മാധുര്യമായി. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമായി. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. പാട്ടുകാരൻ ഇപ്രകാരം പാടി, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ, യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. എന്തർത്ഥമുള്ള ഒരു ഗാനമാണത്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഇത് പാട്ടുകൾ എഴുതിയ പാട്ടുകാർക്ക് മാത്രമല്ല, വർഷിപ്പ് ചെയ്യുന്ന ആരാധകർക്ക് മാത്രമല്ല, വചനം പറയുന്ന പ്രസംഗകർക്ക് മാത്രമല്ല, നമുക്കേവർക്കും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദൈവിക സത്യമാണിത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ച ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും, ചില കുടുക്കുകളും കെണികളും, ചില കഷ്ടങ്ങളും നഷ്ടങ്ങളും അതിലെല്ലാം വീണ് കരകയറാൻ കഴിയാതെ തളർന്നും വാടിയും നിരാശപ്പെട്ടും മനം കലങ്ങിയിരിക്കുകയാണോ? ഞാൻ നിങ്ങളോട് ഈ പ്രാരംഭ സമയം തന്നെ അറിയിക്കട്ടെ, നിങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരം യേശുവിൻ്റെ അരികിലുണ്ട്, യേശുവിൻ്റെ സന്നിധിയിലുണ്ട്, യേശുവിൻ്റെ പാദപീഠത്തിലുണ്ട്, യേശുവിൻ്റെ വചനത്തിലുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ സകല പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിയും. നിങ്ങളതൊന്ന് വിശ്വസിക്കൂ പ്രിയരെ. സർവശക്തങ്ങളിലേക്ക് നിങ്ങളുടെ മുഖം ഒന്ന് തിരിക്കൂ. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരം ദൈവം തരും. സ്തോത്രം. പ്രശ്നങ്ങൾ ആത്മീയമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, കുടുംബപരമായിക്കൊള്ളട്ടെ, ഏത് മേഖലകളിലെയും ഏത് പ്രശ്നത്തിനും പരിഹാരം എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലുണ്ട്. സ്തോത്രം. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ നാം സയൻസ് എന്നോ വണ്ടേഴ്സ് എന്നോ മിറക്കിൾസ് എന്നോ വായിക്കാറുണ്ട്. എന്താണത്? അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും. ഇതെല്ലാം സാധ്യമാണ്, ഇന്നും സാധ്യമാണ്, ഈ 21-ാം നൂറ്റാണ്ടിൽ സാധ്യമാണ്. അത് കേവലം 1-ാം നൂറ്റാണ്ടിൽ തീർന്നുപോയ ഒരു ദൈവപ്രവൃത്തിയല്ല. 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കടന്നുപോയി. സ്തോത്രം. ചക്രവർത്തിമാർ മാറി, ഭരണതന്ത്രജ്ഞർ മാറി, ലോകം മുന്നോട്ട് വന്നു. ലോകത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. പക്ഷെ മാറ്റമില്ലാത്തത് ഒന്നുണ്ട്. ജീവനുള്ള ദൈവത്തിന് മാറ്റമില്ല, ഈ വചനത്തിന് മാറ്റമില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. യേശുക്രിസ്തു എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. ഇന്നലകളിൽ പ്രവർത്തിച്ച യേശുക്രിസ്തു ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തു നാളെയും പ്രവർത്തിക്കും. അതാ വിശ്വാസം. അത്രയുള്ള വിശ്വാസം. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ യേശുക്രിസ്തു എവിടെയെല്ലാം പ്രവർത്തിച്ചുവോ, എവിടെയെല്ലാം കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചുവോ, എവിടെയെല്ലാം യേശു വീര്യം പ്രവർത്തിച്ചുവോ,
യേശുക്രിസ്തു എവിടെയെല്ലാം അടയാളങ്ങൾ കാണിച്ചുവോ, എവിടെയെല്ലാം രോഗികളെ സൗഖ്യമാക്കിയോ, എവിടെയെല്ലാം മുടന്തരെ എഴുന്നേൽപ്പിച്ച് നടക്കുമാറാക്കിയോ, എവിടെയെല്ലാം ചെകിടർക്ക് കേൾവി കൊടുത്തുവോ, എവിടെയെല്ലാം കുരുടർക്ക് കാഴ്ച കൊടുത്തുവോ, എവിടെയെല്ലാം ഊമരെ സംസാരിക്കുമാറാക്കിയോ, അതെല്ലാം ഇന്നും സാധ്യമാണ്. അതിലും വലുത് സാധ്യമാണ്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും വലുത് നിങ്ങൾ ചെയ്യും. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് എന്തും ചെയ്യും. ഒരുപക്ഷെ മരിച്ച ഒരു വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന മനുഷ്യരിലൂടെയാണ്. ദൈവത്തിനായി ജീവിതം വേർതിരിച്ച ദൈവത്തിൻ്റെ മക്കളിലൂടെയാണ്, ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെയാണ്, കർത്താവിൻ്റെ സുവിശേഷകരിലൂടെയാണ്, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിലൂടെയാണ്, കർത്താവിൻ്റെ ഉപദേഷ്ടാക്കന്മാരിലൂടെയാണ്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോളം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് മാറിപ്പോയോ, കൃപാവരങ്ങൾ നിന്നുപോയോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. വെറുതെ ചിന്തിച്ച് സമയം കളയണ്ട, അനുഭവിക്കണം പ്രിയരെ. നിങ്ങൾ വെറുതെ ചിന്തിച്ച്, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് ബുക്കുകൾ റെഫറൻസ് ചെയ്ത് നിങ്ങൾ ബുദ്ധിയിൽ പര്യവേഷണങ്ങൾ നടത്തിയാലൊന്നും മനസ്സിലാവുന്നതല്ലത്. എന്നാൽ പ്രിയമകനെ, നീ മുഴങ്കാലുമടക്കി യേശുവിൻ്റെ സന്നിധിയിൽ വാസ്തവമായി പ്രാർത്ഥിച്ചാൽ, യേശുവിനോട് ചോദിച്ചാൽ, യേശുവേ കൃപാവരങ്ങൾ നിന്നുപോയോ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിന്നുപോയോ, അത് ഇന്ന് സജീവമാണോ, അതെനിക്ക് അനുഭവം തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് അനുഭവം തരും. അനുഭവങ്ങളിലൂടെ തന്നെ ജനത്തെ നടത്തുന്നവനാണ് ജീവനുള്ള ദൈവം. സ്തോത്രം. പല നേതാക്കന്മാരും വാക്ക് പറയും, ഇല്ലേ? വാക്കുകളൊക്കെ പറയും, ഒത്തിരി വാഗ്ദത്തങ്ങളൊക്കെ പറയും ഈ ഭൂമിയിലെ അനേക നേതാക്കന്മാർ. പക്ഷേ പ്രവർത്തനം കാണുകയില്ല. നല്ല നേതൃത്വം അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ, തീർച്ചയായും. പക്ഷേ യേശുക്രിസ്തു അങ്ങനെയല്ല. യേശുക്രിസ്തു എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു അങ്ങനെ തന്നെ ചെയ്തിരിക്കും. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ തളർന്നും പാടിയും നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. ഒരായുസല്ലേ ഉള്ളൂ പ്രിയരെ, ഒരു ചെറിയ ആയുസല്ലേ ഉള്ളൂ. ഈ ആയുസ് യേശുവിനെ അങ്ങ് സ്നേഹിക്കുക. എന്ത് നഷ്ടം വരുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? യേശുവിനെ സ്നേഹിച്ചാൽ, യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചാൽ നഷ്ടമല്ല, ലാഭമാണ് എല്ലാ മേഖലകളിലും. സ്തോത്രം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ കുടുംബത്തിൽ, അപ്പനും മക്കളും തമ്മിലുള്ളതായ സ്നേഹബന്ധത്തിൽ, അമ്മാവിയും മരുമകളും തമ്മിലുള്ളതായ ബന്ധത്തിൽ, എല്ലാം സാമ്പത്തിക മേഖലകളിൽ, ഔദ്യോഗിക രംഗങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, എല്ലാ മേഖലകളിലും ലാഭമല്ലാതെ നഷ്ടം വരികയില്ല. നഷ്ടം വരും ചില മേഖലകളിൽ. സ്വന്തം ജീവിതത്തിലെ ചില പാപത്തിൻ്റെ മേഖലകളിൽ നഷ്ടം വരും. എന്താ നഷ്ടം? പാപം പോകും. കർത്താവിൻ്റെ സ്തോത്രം. കുറേ തിന്മകൾ പോകും, കുറേ മദ്യപാനം പോകും, കുറേ വെറുക്കുത്ത് പോകും, കുറേ മയക്കുമരുന്നിൻ്റെ ഉപയോഗം പോകും, കുറേ കോപവും വൈരാഗ്യവും, കുറേ ഭിന്നതയും അസൂയൊക്കെ പോകും പ്രിയരെ. കുറേ ഡൈവോഴ്സൊക്കെ തീർന്നു പോകും. സ്തോത്രം. കുറേ കുടുംബങ്ങൾ സ്വർഗമാകും. മറ്റെന്ത് സംഭവിക്കാൻ? യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചു എന്നുള്ളതുകൊണ്ട് മറ്റെന്ത് സംഭവിക്കാൻ? കുറേ പാപങ്ങൾ ഒലിച്ചു പോകും. ജീവിതം ബലമുള്ളതായിത്തീരും, ജീവിതം അർത്ഥമുള്ളതായിത്തീരും, ജീവിതത്തിന് നല്ല കെട്ടുറപ്പ് കിട്ടും. സ്തോത്രം. വെറുതെ നാം ആടിയും തൂങ്ങിയും ടെൻഷൻ അടിച്ചും നമ്മുടെ ജീവിതം കളയരുത്. ഒരു ലൈഫല്ലേ ഉള്ളൂ, ജസ്റ്റ് വൺ ലൈഫ്. ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. ദാറ്റ് വിച്ച് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് എലോൺ വിൽ ലാസ്റ്റ്. പറഞ്ഞത് ആരാണെന്നറിയാമോ? ഇംഗ്ലണ്ടിലെ കളിക്കളം നിറഞ്ഞു നിന്ന CT സ്റ്റഡ് പറഞ്ഞ വാക്കുകളാണത്. തൻ്റെ പ്രിയ സഹോദരനും സ്റ്റഡും അന്ന് ഇംഗ്ലണ്ടിലെ കളിക്കളം നിറഞ്ഞു നിന്ന ഇംഗ്ലണ്ടിലെ ജനത്തിൻ്റെ ആരാധ്യപാത്രങ്ങളായി, പോരാ ലോകമെമ്പാടും വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും വളരെ താല്പര്യത്തോടെയും കണ്ടുകൊണ്ടിരുന്ന ആ ക്രിക്കറ്റ് മാച്ച്. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാവം അദ്ദേഹത്തിൻ്റെ സഹോദരൻ രോഗക്കിടക്കയിലായി. ആ രോഗക്കിടക്ക മരണക്കിടക്കയിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു. സ്റ്റഡ് വിചാരിച്ചു സഹോദരൻ തീരും. എന്നാൽ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ രോഗക്കിടക്കരിയിൽ നിന്നുകൊണ്ട് സ്റ്റഡ് വിതുമ്പി, ഭർത്താവേ ജീവിതം ഇത്രയേ ഉള്ളല്ലോ. അദ്ദേഹം പറഞ്ഞു, ജസ്റ്റ് വൺ ലൈഫ്, ഒരു ചെറിയ ആയുസേ ഉള്ളൂ. ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. അത് വേഗം വേഗം തീർന്നു പോകും. എന്നാൽ ഒന്ന് നിലനിൽക്കും. ഏതാണത്? ദാറ്റ് വിച്ച് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് എലോൺ വിൽ ലാസ്റ്റ്. എലോൺ വിൽ ലാസ്റ്റ്. യേശുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കൂ.
നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയും തലമുറയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും സ്ഥാപനത്തിന് വേണ്ടിയും മറ്റെന്തിനു വേണ്ടി ചെയ്താൽ നിലനിൽക്കില്ല. എല്ലാം പോകും. സ്തോത്രം. ആകാശം ചുട്ടഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ വെന്തുരുവും. സ്തോത്രം. അങ്ങനെ ഒരു ദൈവദിവസത്തിൻ്റെ വരവുണ്ട്. പത്രോസ്ലീഹ എഴുതി, കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമി അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെ ഒഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. അതേ നിലനിൽക്കും. സ്തോത്രം. നിലനിൽക്കുന്ന സമ്പത്തിന് വേണ്ടി സഹോദര, പ്രിയ യൗവനക്കാര, പ്രിയപ്പെട്ട യുവാവേ, നീ അധ്വാനിക്കൂ, നിന്റെ ജീവിതം സമർപ്പിക്കൂ. ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ മാറിയിരുന്ന് തിരിഞ്ഞു നോക്കി യേശുവിന് വേണ്ടി ചെയ്തത്, യേശുവിന് വേണ്ടി ജീവിതം പരിധരിച്ച് ഓർത്ത് കർത്താവിനെ സ്തുതിപ്പാനിടയാകും. എനിക്കിന്ന് 56 വയസ്സുണ്ട്. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ 19-ാമത്തെ വയസ്സിൽ അത് പറയുമ്പോൾ എൻ്റെ ഹൃദയം തരളിതമാകും. എൻ്റെ കർത്താവിനോട് എനിക്ക് സ്നേഹവും നന്ദിയും വരും. ആ 19-ാമത്തെ വയസ്സിൽ എന്നെ കടന്നു പിടിച്ചൊരു സ്നേഹം, ആ 19-ാമത്തെ വയസ്സിൽ എന്നെ കീഴ്പ്പെടുത്തിയ സ്നേഹം, ആ 19-ാമത്തെ വയസ്സിൽ എന്നെ സ്വാധീനിച്ച ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അത്ഭുത കൃപ. ഹല്ലേലൂയ. 19-ാമത്തെ വയസ്സിൽ ഞാൻ അങ്ങ് ലോകത്തിലേക്ക് പോകുവാൻ വെമ്പൽ പൂണ്ടു നിന്നപ്പോൾ എന്നെ തടുഞ്ഞു നിർത്തി, മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിൻ്റെ ജീവിതം എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മറുത്തു പറയാതെ, ആരോടും ആലോചന ചോദിക്കാതെ, നാഥ എൻ്റെ ജീവിതം ഇതാ അങ്ങേക്ക് തരുന്നുവെന്ന് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങളോ എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളോ ഒന്നും ഓർക്കാതെ, യേശുവേ അങ്ങേക്കായി എൻ്റെ ജീവിതം തരുന്നുവെന്ന് എനിക്ക് പറയാൻ ഭാഗ്യം കിട്ടി. ഞാനൊരു ഭാഗ്യവാനായി തീർന്നു. ഇന്ന് ഞാനൊരു ഭാഗ്യവാനായി ജീവിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ദൈവവേല ചെയ്തുകൊണ്ട്, കർത്താവിന് സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ചെയ്തുകൊണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭർത്താവായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിക്കാരനായി, ഞാനിന്ന് അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കാൻ കാരണം എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ ആ തീരുമാനം എടുത്തതാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ അടുക്കൽ സ്നേഹവായ്പോടെ കടന്നു വന്ന്, മോനെ പ്രിയമകളെ എന്ന് വിളിച്ചുകൊണ്ട്, നിൻ്റെ ജീവിതം എനിക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്, സ്നേഹവായ്പോടെ നമ്മളോട് ഇടപെടുന്ന ജീവനുള്ള ക്രിസ്തുവിനോടൊന്ന് പറയൂ, യേശുവേ അങ്ങേ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു, അങ്ങേക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം തരുന്നു, അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ സകല പാപങ്ങളും കഴുകിത്തരാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ അവിടുത്തെ മകനാക്കണമേ, മകളാക്കണമേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ, ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളെ സന്ദർശിക്കും, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരും, നിങ്ങളൊരു പുതിയ സൃഷ്ടിയായിത്തീരും. അതിന് കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന അസാധ്യ വിഷയങ്ങളെ സാധ്യമാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.